ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇനി നമുക്ക് പോയാലോ? ഹലോ ഹലോ, എന്തായി? ഞങ്ങൾ റെഡിയാ. നിനക്കൊന്ന് കണ്ണു കണ്ടൂടെ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് എവിടെ നോക്കിയാടി നടക്കുന്നേ? എടിയെന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ ആരെ എടി പൊടിന്നൊക്കെ വിളിക്കുന്നേ? അത് ശരി, നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ വിചാരം? നിന്നെ എടിന്നല്ലാതെ എടാന്ന് വിളിക്കണം. എടോ, മര്യാദയ്ക്ക് സംസാരിക്കണോ? നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു വേണ്ട. മിസ്റ്റർ, ഇതൊരു ഹോസ്പിറ്റലാണ്. നിന്നെ പോലെ കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതൽ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ? താൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്നേ? എന്താടാ വെള്ളം വെക്കുന്നത്? ഇതൊരു ആശുപത്രിയാണെന്ന് അറിയില്ലേ? ഇവരെ സാറേ എല്ലാം തുടങ്ങിയത്. ഞാനെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ഡോക്ടർ ഒന്നും ചെയ്തിട്ടില്ല. അവരങ്ങോട്ട് ചെന്ന് തട്ടിയതും പോരാ, ചുമ്മാ ചീത്ത വിളിക്കുന്നു. പോയേ മാഡം വെക്കോളൂ. താങ്ക് യു സർ. ഒന്ന് തന്നെ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? മുകുന്ദ, മഹിമയുടെ സ്കാനിംഗ് റിസൾട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഒന്നിങ്ങോട്ട് വരുമോ? ഈ സ്ഥലത്ത് ക്യാമറ ഒന്നുമില്ല. മോള് തൽക്കാലം ഇവിടെ നിൽക്കാൻ. ഞാൻ പോയി കാർ എടുത്തോണ്ടിരാം. ശരി. എനിക്ക് അപ്പോഴേ തോന്നിയതാ നീ ഈ ആശുപത്രിയിലേക്ക് വരുന്നത് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കുമെന്ന്. ഈ നാടകം കളിച്ച പോലീസുകാരെയും നിന്റെ വീട്ടുകാരെയും ഒക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. ജയിലിൽ കിടന്ന് മതിയായിപ്പോ എളുപ്പം രക്ഷപ്പെടാന്ന് കരുതിയോ? അങ്ങനെ നീ രക്ഷപ്പെട്ട ഞാൻ ജയിലിൽ അനുഭവിച്ചത് നീ എങ്ങനെ മനസ്സിലാക്കാനാ? വാ, നമുക്കേ തിരിച്ച് പോലീസുകാരുടെ അടുത്തേക്ക് പോവാം. ഓടിയോടാ. ഇത് ധരിച്ചോ മോളെ, ആർക്കും സംശയം തോന്നില്ല. ആരാ ഇവൻ?
ഒരു വൃത്തിയേട്ടവനാ. എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ വന്നതാ. ഞാൻ തലയ്ക്ക് പുറകിൽ ഒരെണ്ണം കൊടുത്തു. ആള് സുഖമായിട്ട് കുറച്ചു നേരത്തേക്ക് ഉറങ്ങിക്കോളും. ഇവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഉറപ്പാ. എങ്കിൽ വേഗമാ. ആ. നിങ്ങളുടെ കൂടെ നടക്കരുതെന്ന് ഞാൻ മഹിമയോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അവൾക്ക് എന്നേക്കാൾ കൂടുതൽ വിശ്വാസം നിങ്ങളെയായിരുന്നു. നിങ്ങളെ വിശ്വസിച്ചതിനുള്ള സമ്മാനം നിങ്ങൾ അവൾക്ക് കൊടുത്തല്ലോ. മഞ്ജു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കേൾക്കാം. അതിനു മുമ്പ് എന്റെ ഒരേ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിയാൽ മതി. എന്റെ അനിയത്തിയുടെ തലക്കടിച്ചത് നിങ്ങളാണോ? അതെ. മഹിമ ആശുപത്രി കിടക്കുന്നത് കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഇനി നിങ്ങളോട് സംസാരമൊന്നുമില്ല. നീ പ്രഗ്നന്റ് ആണെന്ന് മഹിമ പറഞ്ഞിട്ട് എനിക്കറിയാം. വെറുതെ ഈ അവസ്ഥയില് തല്ലുണ്ടാക്കാനൊന്നും വരണ്ട. അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചതില് നിനക്ക് നല്ല പങ്കുണ്ട് മഞ്ജു. നിരപരാധിയായിരുന്നിട്ടും അവളെ ജയിലിൽ അടച്ചത് നീയാണ്. ഞാൻ അവളെ സ്വതന്ത്രയാക്കുക മാത്രമാ ചെയ്തത്. എന്താ? ഹലോ മഞ്ജു, ആകെ പ്രശ്നമായി. മഹിമ മഹിമ അവൾ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവളെ സഹായിക്കാനേ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു. ഐശ്വര്യ മേഡവും പോലീസുകാരൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും അവള് രക്ഷപ്പെട്ടുന്നേ. ശ്ശേ. ഞാൻ മൂന്നിനെ വിളിക്കാം. ശരി. മഹിമ രക്ഷപ്പെട്ടില്ലേ? ഞാനും മഹിമയും തമ്മിൽ സംസാരിച്ചുണ്ടാക്കിയ ഒരു പ്ലാൻ ആയിരുന്നു ഇതെല്ലാം. മഹിമയ്ക്ക് എങ്ങനെയെങ്കിലും പീതാംബരനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവളുടെ നിരപരാധിത്വം തെളിയിക്കണമായിരുന്നു. എനിക്ക് ജോർജിനെ സൂപ്രണ്ട് കസേരയിൽ നിന്ന് തെറിപ്പിക്കണമായിരുന്നു. മഹിമ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇതിന് രണ്ടിനുമുള്ള വഴിയായി. അവള് നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കുമെന്നുള്ള വിശ്വാസം മഹിമയ്ക്കുണ്ടായിരുന്നില്ലേ? നീ തന്നെയല്ലേ അവളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടതും. നിന്നെ മഹിമ എന്തിനു വിശ്വസിക്കണം? നിങ്ങൾ അവൾക്ക് എത്ര വലിയ ദോഷം ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? മഹിമ രക്ഷപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവള് കുറ്റക്കാരിയല്ലെന്ന് ഞാൻ കമ്മീഷണറുടെ മുന്നിൽ തെളിയിച്ചിരുന്നു. അവളുടെ റിലീസ് ഓർഡറുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ഇപ്പൊ അവളുടെ മീതെ ജയിലിൽ ചാടിയതിന്റെ കേസ് കൂടി എടുക്കും. അവൾ എന്നെ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കായിരുന്നു. നീ കേസിൽ ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയതിനെ കുറിച്ച് എന്തുകൊണ്ടാ മഹിമയെ അറിയിക്കാത്തത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും സംഭവിക്കായിരുന്നോ? പുറത്തുനിന്ന് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ നല്ല എളുപ്പമാ. ഈ 4 ചുവരുകൾക്കുള്ളിൽ വന്നാലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. മഹിമ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഇവിടുത്തെ സൂപ്രണ്ട് ആ ജോർജ്, അയാള് 2 തവണയാ മഹിമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്.